ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര.
പൊന്മുഖത്ത് ചാരിടും ഞാൻ പാർവതിൽ മുത്തിടും പൊന്മുഖത്ത് വിദൂരമല്ല വിദൂരമല്ല ആ മഹൽ സംഗമം 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 വിദൂരമല്ല വിദൂരമല്ല ആ മഹൽ സംഗമം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇതിന് മുമ്പുള്ളതായ ഒരു പ്രസംഗത്തിൽ, ഒരു ശുശ്രൂഷയിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയത്ത് ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് നാം ചിന്തിച്ചത്. ഒരു ശുശ്രൂഷയിൽ നോഹയുടെ കാലത്തെക്കുറിച്ച് ചിന്തിച്ചു. മറ്റൊരു ശുശ്രൂഷയിലെ ലോത്തിൻ്റെ കാലത്തെക്കുറിച്ച് ചിന്തിച്ചു. അന്ന് ലോത്തിൻ്റെ കാലത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഏതാനും ചില ചിന്തകൾ നാം പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ന് തുടർന്നും ലോത്തിൻ്റെ കാലത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരു വചനം, ദൈവവചനം വായിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ലോത്തിൻ്റെ കാലത്തെ മനുഷ്യരുടെ സ്വഭാവം, അതാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. നാം ആദ്യമായി അന്ന് ചിന്തിച്ചത് ലോത്തിന് ദൈവവചനം കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നാണ്. ദൈവവചനമായിട്ടല്ല, എന്നാൽ ദൈവത്തെ അറിയുന്ന അബ്രഹാമിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചു. കനാൻ ദേശത്തേക്ക് പോരുവാനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. കനാൻ ദേശത്തേക്ക് പോകുവാൻ, വിശ്വാസ ജീവിതം നയിക്കുവാൻ അവസരം ലഭിച്ചൊരു വ്യക്തിയായിരുന്നു. രണ്ടാമത് നാം കണ്ടു, അവിടെ ചെന്ന ശേഷം ലോത്ത് പക്ഷേ ദൈവഭക്തിയിലേക്കോ ദൈവവിശ്വാസത്തിൽ ജീവിക്കുവാനോ അല്ല ശ്രമിച്ചത്, പകരം സമ്പത്തുണ്ടാക്കാനായിട്ട് നോക്കി. അതുകൊണ്ടാണ് നീരോട്ടമുള്ള സ്ഥലങ്ങളൊക്കെയും തിരഞ്ഞെടുത്തത്. അനന്തരഫലമോ അതെല്ലാം അന്യരാജാക്കന്മാർ കൊണ്ടുപോയി. ലോത്തിനെ ഉൾപ്പെടെ, ലോത്തിൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ അന്യരാജാക്കന്മാർ കൊണ്ടുപോയി. പക്ഷേ ഭാഗ്യവശാൽ അബ്രഹാം പിതാവ് അതെല്ലാം വീണ്ടെടുത്തു, ലോത്തിനെയും വീണ്ടെടുത്തു. ഇതാണ് നാം രണ്ടാമത് ചിന്തിച്ചത്. ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് 28-ാം വാക്യമാണ്. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. ഇവിടെ ലോത്തിൻ്റെ കാലത്തെ ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നാം വായിച്ചത്. അവർ തിന്നും കുടിച്ചും. ദൈവമക്കളെ, ഇന്നത്തെ തലമുറയിലേക്ക് നമ്മളൊന്ന് നോക്കൂ. ഇന്നത്തെ ഒരു തലമുറയിലേക്ക് ഞാനൊരു മനോഹരമായ വിവരണം കേൾക്കുവാനായിട്ടിട വന്നു. ഇത് നാം ജീവിക്കുന്നത് ഈ 21-ാം നൂറ്റാണ്ടിലാണ്. ദൈവമക്കളെ, ഒരു കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മുടെ ആഹാര രീതികളും ആഹാരക്രമങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഈ കേരളത്തിലുള്ള ആളുകളുടെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു 15 കൊല്ലം കൊണ്ട് നമ്മുടെ ആഹാര രീതികളെല്ലാം മാറി. ഞാൻ എങ്ങനെയാണ് കേട്ടത്, അല്ലെങ്കിൽ മനോഹരമായ ഒരു വിവരണം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. പണ്ട് കാലത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു, വലിയ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ പിന്നീട് 100, 150, 10, 250 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ മനുഷ്യർ ആ ഭാഗത്തൊക്കെ ഖനനം ചെയ്യുമ്പോൾ അവിടെ ഒരു ഭൂകമ്പത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭത്തിലൂടെയോ അവിടെയുള്ള സാധനങ്ങളൊക്കെ നശിച്ചു പോയത്, അതിൻ്റെ തെളിവുകൾ അവർക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ കേരളം കൊച്ചി ഉൾപ്പെടെയുള്ളതായ ആ ഭാഗങ്ങൾ, ഇന്ന് കേരളത്തിൽ ഒരു വലിയ പ്രകൃതിക്ഷോഭം ഉണ്ടായി. ആ കേരളത്തിൻ്റെ നല്ലൊരു ഭാഗം എറണാകുളം സിറ്റി ഉൾപ്പെടെയോ അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റി ഉൾപ്പെടെയോ കോഴിക്കോട് സിറ്റി ഉൾപ്പെടെയോ ഒക്കെ ഉള്ളതായ ഭാഗം മണ്ണിൻ്റെ അടിയിൽ ആയിപ്പോയി എന്നിരിക്കട്ടെ. മണ്ണിൻ്റെ അടിയിലായിപ്പോയി. പിന്നീട് ഒരു 10, 200 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ അവിടെയൊക്കെ ഒന്ന് കുഴിച്ച് ഖനനം ചെയ്ത് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നതായ വസ്തുക്കൾ അതൊന്ന് അവലോകനം ചെയ്യുകയാണ്. അവിടെ നിന്ന് കിട്ടിയ വസ്തുക്കൾ ഒന്ന് അവലോകനം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ടൗണിലേക്ക് ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ബോർഡുണ്ട് അല്ലേ?
നമ്മൾ കഴിക്കുന്ന പദാർത്ഥങ്ങളുടെ പേരെഴുതിയതായിരിക്കും. എന്താണ് പറയുക, അൽഫാം, കുഴിമന്തി, ഇല്ലേ? ഇങ്ങനെയുള്ളതായ നമ്മുടെ നാട്ടിലൊന്നും അത്ര കോമൺ ആയിരുന്നില്ലാത്ത ആഹാര പദാർത്ഥങ്ങളുടെ പേരുകളാണ് ഇന്ന് പല ബോർഡുകളും കാണുന്നത്. അന്ന് 200 വർഷം മുമ്പ് ഇതെല്ലാം മണ്ണിൻ്റെ അടിയിലായി പോയി. 200 വർഷങ്ങൾക്ക് ശേഷം അത് കുഴിച്ചു ചെന്നപ്പോൾ ഈ ബോർഡൊക്കെയാണ് കിട്ടുന്നത്. അപ്പോഴറിയാം കേരളത്തിൻ്റെ തനതായ ഭക്ഷണ രീതി അല്ല ഇത്. പറഞ്ഞ വ്യക്തി പറഞ്ഞ ഇതാണ്. അപ്പോൾ കുഴിച്ച് ചെല്ലുന്ന വ്യക്തി ഇങ്ങനെയൊക്കെയാണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എഴുതാൻ പോകുന്നത്. ഈ തീരം, ഈ ദേശം എന്ന് പറയുന്നത് അറബി നാടുകളിൽ നിന്ന് വേർവിട്ട് പോകുന്നതാണ്. കാരണം അറബി നാടുകളുടെ ഭക്ഷണക്രമങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ തെറ്റുണ്ടോ? ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ഭക്ഷണ രീതി ആകെ മാറിപ്പോയി. എല്ലാവരും കുടുംബമായിട്ട് ഇതിനു വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഭക്ഷണമാണ് പ്രധാന കാര്യമായി മാറിയിരിക്കുന്നത്. ഭക്ഷണം കഴിക്കണ്ടെന്നോ കുടിക്കണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഭക്ഷണം കഴിക്കണം, നമുക്ക് ആഹാരം വേണം, വെള്ളം കുടിക്കണം, ഇതെല്ലാം ചെയ്യണം. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, അമിത ഭക്ഷണം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് ദൈവരാജ്യം അടച്ചു കളയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമിത ഭക്ഷണം. ദൈവമക്കളെ, ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകതയാണ്. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോത്തിന്റെ കാലം പോലെയാകും അമിത ഭക്ഷണം. നമുക്കിന്ന് ഭക്ഷണം എങ്ങനെയാണ്, നമ്മൾ ഭക്ഷണമൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എത്രത്തോളമാണ് കഴിക്കുന്നത്? ജീവിക്കാൻ വേണ്ടി കഴിക്കുകയാണോ അതോ കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരനുഭവത്തിലാണോ നമ്മൾ? ദൈവമക്കളെ, നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും. കൊണ്ടും വിറ്റും എന്ന് പറഞ്ഞാൽ കച്ചവടത്തെക്കുറിച്ചാണ് പറയുന്നത്. വാങ്ങുക, വിൽക്കുക, അതാണ് കൊണ്ടും വിറ്റും. തിന്നും കുടിച്ചും ആനന്ദം, കൊണ്ടും വിറ്റും കച്ചവടം. കച്ചവടങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നതായ ഒരു സമയമല്ലേ ഇത്? ഈ ചെറിയ ഒരു വീട് വെച്ച് നോക്കിയാൽ പോലും, പിന്നെ വലിയ വലിയ രാജ്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴും നടക്കുന്നത് മുഴുവൻ കച്ചവടമാണ്, വ്യാപാരങ്ങളാണ് നടക്കുന്നത്. മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ലാത്ത രീതിയിലുള്ള തുകയ്ക്കുള്ളതായ, രൂപയ്ക്കുള്ളതായ കച്ചവടം. തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും. പിന്നെ പറയുന്നു നട്ടും പണിതും. അധ്വാനിക്കുകയാണ്, ഇല്ലേ? ഒരു വലിയ കൂട്ടം ജനം അധ്വാനിക്കുകയാണ്. ഇതായിരിക്കും അന്നത്തെ മനുഷ്യന്റെ പ്രത്യേകത. കർത്താവ് രണ്ടാമത് വരുന്ന സമയത്ത് മനുഷ്യൻ ഇതിലൊക്കെ വ്യാപൃതനായിരിക്കും. തിന്നുക, കുടിക്കുക, വിൽക്കുക, വാങ്ങുക, പിന്നെ നടുക, പണിയുക, അധ്വാനിക്കുക. ലോകം മാത്രം ഹൃദയത്തിൽ കയറിക്കൂടിയ ഒരു ജനം, ദൈവത്തെക്കുറിച്ചുള്ളതായ ചിന്തയില്ലാത്ത ഒരു ജനം, വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനം. അങ്ങനെയായി മാറും ആ തലമുറ. അതാണ് ലോത്തിന്റെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവവചനം പഠിപ്പിക്കുന്നത്. ദൈവത്തെ ത്യജിച്ച് ലോകത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ. ഇന്ന് നാം ജീവിക്കുന്ന ലോകമാണ് ഏറ്റവും വലുത്, ഇതിനപ്പുറത്തേക്കുള്ളതൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ. ദൈവവിശ്വാസത്തിന് തുമ്പന്വേഷിക്കുന്ന തെളിവുകൾ അന്വേഷിച്ചു പോകും. തെളിവുകൾ കിട്ടിയാലും അത് വിശ്വസിക്കത്തില്ല, അവിശ്വാസത്തിലേക്ക് പോകും. ദൈവമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ. ലോകം മതി, ലോകത്തിലുള്ളത് മതി, ഈ ലോകത്തിലുള്ള ജീവിതം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഇതോടുകൂടി തീരുകയാണ് മനുഷ്യൻ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ. എൻ്റെ മനസ്സിൽ പലതും ഉണ്ട്, ഞാൻ അതൊന്നും പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുന്ന സംഘടനകൾ കൂടി വരുന്ന ഒരു തലമുറ, അങ്ങനെയുള്ളതായ സംഘടനകൾക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതായ ഒരു തലമുറ. ദൈവമക്കളെ, അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതൊക്കെ ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനോട് അടുക്കുന്ന കാലഘട്ടത്തിൽ വരണം. കാരണം യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ, ഞാൻ രണ്ടാമത് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. അന്ന് വിശ്വാസികളുടെ എണ്ണം തുലം ചുരുക്കമായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെ ആണെന്ന് തോന്നുന്നു, ഞാൻ പത്രത്തിലൊരു വാർത്ത വായിച്ചു. ഒരു സമയം വരെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതായ മതവിഭാഗം ക്രിസ്ത്യൻ മതവിഭാഗക്കാരായിരുന്നു, ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്, അത് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 3-ാം സ്ഥാനത്തേക്ക്. ഇനി മറ്റൊരു അതിനകത്ത് കൗതുകരമായ ഒരു വാർത്തയും കൂടെ ഞാൻ വായിച്ചു. അടുത്ത ഒരു പ്രമുഖ മതം പൊങ്ങി വരുന്നുണ്ട്. അതേതാണെന്ന് അറിയാമോ? ദൈവമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. അവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അവരുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. ദൈവമക്കളെ, അങ്ങനെ ഒരു തലമുറ. കാരണം ലോകം മാത്രമേ ഉള്ളൂ, ഈ ലോക ജീവിതമേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ. അതാണ് ലോത്തിന്റെ കാലഘട്ടം. ദൈവമക്കളെ, നമ്മളിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം എത്ര യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. സത്യമല്ലേ ഈ കാണുന്നതെല്ലാം? സത്യമല്ലേ നമ്മൾ ഈ വായിക്കുന്നതെല്ലാം? ആനന്ദിക്കുക, കച്ചവടം ചെയ്യുക, അധ്വാനിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ദൈവം ഒരു വിഷയമല്ല. ആത്മാവിനെക്കുറിച്ചൊരു ചിന്തയില്ല. എനിക്കൊരു മരണമുണ്ടെന്നും ആ മരണശേഷം എൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടെന്നും അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം ഇതിനോട് ചേർത്ത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടെടുക്കുന്നതിനും വിളിച്ചപ്പോൾ
ആനന്ദവും സന്തോഷവും കാളയറക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെയായിരുന്നു. അതാണ് ലോത്തിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത. കാലാകാലങ്ങളിൽ സ്വർഗത്തിലെ ദൈവം തന്റെ മാറ്റമില്ലാത്ത വചനം ജനത്തിന് കൊടുക്കും, മനുഷ്യർക്ക് കൊടുക്കും. എന്നാൽ അന്ത്യകാലത്തോടെടുക്കുമ്പോൾ ഈ വചനം കൊടുക്കുന്ന സമയത്ത് ഇത് കേൾക്കുന്ന മനുഷ്യൻ പറയും, ഇല്ലില്ലില്ല, ഈ വചനത്തിനൊന്നും വലിയ പ്രസക്തിയില്ല, ഇതൊക്കെ ഓരോ മനുഷ്യരെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയിരിക്കണം, ഇതിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെ കെട്ടുകഥകളാണ്, ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ കെട്ടുകഥകളാണ്, ഇതൊക്കെ മനുഷ്യന്റെ സൃഷ്ടിയാണ്. നമുക്കെന്ത് ചെയ്യാം? നമുക്ക് ആനന്ദിക്കാം. നമുക്കെന്ത് ചെയ്യാം? നമുക്ക് സന്തോഷിക്കാം. നമുക്കെന്ത് ചെയ്യാം? നമുക്ക് കുടിക്കാം, നമുക്ക് ആനന്ദിക്കാം, നമുക്ക് തിന്നാം, നമുക്ക് കാളയിറക്കാം, നമുക്ക് ആടിറക്കാം, നമുക്ക് നൃത്തം ചെയ്യാം, നമുക്ക് ക്ലബ്ബുകളിലേക്ക് പോകാം, നമുക്ക് പബ്ബുകളിലേക്ക് പോകാം. ഇല്ലേ ദൈവമക്കളെ? അന്നും ജനം ഇത് പറയുമെന്ന് കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര കൃത്യമായിട്ടാണ് ദൈവം വചനം മുമ്പോട്ട് പോകുന്നത് നോക്കൂ. ലോത്തിന്റെ കാലം പോലെ ദൈവത്തിന് വില കൊടുക്കാതെ ഈ ലോകത്തിൽ ആസ്വദിച്ച് ആനന്ദിച്ച് ജീവിക്കുക, ഇതിനുശേഷം മരിക്കും, മരിച്ചാൽ പിന്നെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ. അതാണ് ലോത്തിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത. വീണ്ടും നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവിടെ ലോത്തിന്റെ കാലഘട്ടത്തിൽ ലോത്ത് ചെയ്ത ഒരു കാര്യം, അല്ലെങ്കിൽ ലോത്തിന്റെ ഒരു ജോലി അവിടെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് വായിച്ച് കേൾക്കാം. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി. ലോത്ത് സോതോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ, ലോത്തിനെയും ലോത്തിന്റെ സമ്പത്തിനെയും എല്ലാം രാജാക്കന്മാർ പിടിച്ചുകൊണ്ടുപോയി, അന്യരാജാക്കന്മാർ പിടിച്ചുകൊണ്ടുപോയി. പക്ഷേ അബ്രഹാം പിതാവ് ചെന്ന് രക്ഷപ്പെടുത്തി. തിരിച്ചു വന്നിട്ടും ലോത്തിനൊരു മാനസാന്തരം ഇല്ല. ലോത്ത് ആ പഴയ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ലോത്തിന് ആ മടങ്ങി വന്നതിന് ശേഷം നാട്ടില് നല്ല പ്രമാണിത്വമൊക്കെ കിട്ടി. കാരണം സമ്പത്തുണ്ട്, സ്വാധീനം ഉണ്ടായിരിക്കാം, അറിഞ്ഞുകൂടാ. അവിടെ നാം വായിക്കുന്നത് പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പട്ടണവാതിൽക്കൽ ഇരിക്കുന്ന ഒരു നേതാവായിട്ട് ഇരിക്കുകയാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവമക്കളെ, നല്ല സ്ഥാനമാനത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ആനന്ദിക്കാൻ പോകുന്ന ഒരു കൂട്ടം ജനമുള്ള തലമുറ, സന്തോഷിക്കുക എന്നുള്ളതായ ലക്ഷ്യത്തോടെ പോകുന്ന ഒരു തലമുറ. ഇനി മറ്റൊരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് എന്താണെന്നറിയാമോ? സ്ഥാനമാനങ്ങളാണ് വേണ്ടത്. അതിനുവേണ്ടി എന്തന്യായവും ചെയ്യും. സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളെക്കാൾ ഉയർന്നു വരേണ്ടതിന് വേണ്ടി എന്തന്യായവും ചെയ്യും. അവരെക്കുറിച്ച്, കൂടെയുള്ളവരെക്കുറിച്ച് അന്യായം പറഞ്ഞു പരത്തും. കൂടെയുള്ളവരെ താഴ്ത്തുന്നതിന് വേണ്ടി, ഇകഴ്ത്തുന്നതിന് വേണ്ടി സുപ്പീരിയറിന്റെ അടുക്കൽ അല്ലെങ്കിൽ ഉടമയുടെ അടുക്കൽ അന്യായം പറഞ്ഞു കൊടുക്കും, ചെയ്യാത്ത തെറ്റുകൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊരു തലമുറ. ദൈവമക്കളെ, അവനവന്റെ സ്ഥാനം ഉറപ്പിക്കുക, അവനവന് നേതാവാകുക. ഞാൻ ആ വശത്തേക്കും കൂടി കടന്നാൽ അതല്പം കൂടുതൽ പറയേണ്ടി വരുമല്ലോ ദൈവമക്കൾ. നിങ്ങൾക്കറിയാം, ഇന്ന് നടക്കുന്നതായ രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നാം ആലോചിച്ച് നോക്കൂ. അധികാരം കിട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത, കൊലപാതകങ്ങളാകട്ടെ, വേണ്ടാദിനങ്ങളാകട്ടെ, അപഹരണങ്ങളാകട്ടെ, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടം. ഈ ലോകം എങ്ങോട്ട് പോകുന്നു നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? മനുഷ്യന്റെ ലക്ഷ്യം എന്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് അധികാരം വേണം, അതിന് സ്വന്തം രാജ്യത്തെ പോലെ ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്ത ഒരു തലമുറയുള്ള കാലം. ദൈവമക്കളെ, സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നതിന് പകരം, ജനിച്ചു വളർന്ന രാജ്യത്തെ സ്നേഹിക്കാനും അതിനോട് കൂടെ പുലർത്തുന്നതിനും പകരം, ദൈവമക്കളെ, സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ, സ്വന്തം മഹിമ വളർത്താൻ, തനിക്കൊരു പദവി കിട്ടാൻ വേണ്ടി ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്ത ഒരു കാലം. തീർന്നില്ലേ? ലോകം ഇങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? ദൈവമക്കളെ, നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇങ്ങനെ ഒരു തലമുറയിലാണ്. ഞാൻ എന്തിനാണ് ഇതെല്ലാം പറയുന്നത്? നാം ഏതാണ്ട് അന്ത്യകാലത്തോട് അടുക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. ഈറ്റുനോവ് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ, ഒരുങ്ങാൻ സമയമായി. യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് അടുത്തു കഴിഞ്ഞു. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരുങ്ങണം. നമ്മുടെ ശരീരത്തെ ഒരുക്കണം, ആത്മാവിനെ ഒരുക്കണം, ദേഹിയെ ഒരുക്കണം. നമുക്ക് കളങ്കമില്ലാത്ത ഒരു തലമുറയായി, നിഷ്കളങ്കമായ ഒരു തലമുറയായി, യേശുക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു തലമുറയായി നമുക്ക് മാറണം. അടുത്ത എന്താണ് നാം വായിക്കുന്നത്? നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 3, 4, 5 വാക്യങ്ങൾ. ഇത് വളരെ വ്യക്തമായി ഇന്നത്തെ തലമുറയിൽ കാണുന്നതായ ഒരു കാര്യമാണ്. നമുക്ക് വായിക്കാം 3, 4, 5 വാക്യങ്ങൾ. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ അവൻ്റെ അടുക്കൽ തിരിഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്നു. അവൻ അവർക്ക് വിരുന്നൊരുക്കി. ദൂതന്മാർ ലോത്തിന്റെ ഭവനത്തിലേക്ക് വന്നു. ലോത്ത് നിർബന്ധിച്ചപ്പോൾ ആ ദൂതന്മാർ സ്വന്തം വീട്ടിൽ, ലോത്തിന്റെ വീട്ടിൽ കയറി. അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോഴുണ്ടായ സംഭവമാണ്. തുടർന്ന് വായിക്കാം. അവർ വിരുന്നൊരുക്കി, പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവർ ഭക്ഷണം കഴിച്ചു. ദൂതന്മാർക്ക് ഭക്ഷണം കൊടുത്തു, ഭക്ഷണം അവർ കഴിച്ചു. അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ, സന്ധ്യയായി, ഉറങ്ങാൻ പോവുകയാണ്, രാത്രിയായി, ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? സോദോം പട്ടണത്തിലെ പുരുഷന്മാർ
സകല ഭാഗത്തു നിന്നും ആബാലവൃദ്ധം എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു. ലോത്തിന്റെ വീട്ടിൽ വന്നതായ ദൂതന്മാർ ആഹാരം കഴിച്ച് കിടക്കുവാനായിട്ട് തുടങ്ങിയാണ്. അപ്പോഴാണ് വാതിലിൽ ഒരു മുട്ട്, വലിയ ബഹളം പുറത്ത്. എന്താണ് പറയുന്നത്? ആ പട്ടണത്തിലുള്ളതായ പുരുഷന്മാർ ആബാലവൃദ്ധം, വാക്ക് ശ്രദ്ധിക്കണം, ബാലന്മാർ തുടങ്ങി വൃദ്ധന്മാർ വരെ എന്ന് പറഞ്ഞാൽ യൗവനക്കാർ തൊട്ട് അങ്ങ് ചെറുപ്രായമുള്ളവർ തൊട്ട് ബാലന്മാർ തൊട്ട് അങ്ങ് വൃദ്ധന്മാർ വരെ, ആണുങ്ങൾ പുരുഷന്മാര് മാത്രം. എന്ത് സംഭവിച്ചു? അവർ വന്ന് ലോത്തിനെ വിളിച്ചു. എന്താണ്? ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? നിന്റെ അടുക്കൽ രണ്ട് പുരുഷന്മാർ നിന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് ഞങ്ങൾ കണ്ടു. അത് അവരെവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോവാ. നിങ്ങൾ കേട്ടോ വാക്ക്? നിങ്ങൾ വായിച്ചു അത്? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവാ. ആരാ വന്നിരിക്കുന്നത്? പുരുഷന്മാരായ രണ്ട് ദൂതന്മാര്. ആരാണ് വാതിക്കൽ വന്ന് മുട്ടുന്നത്? ആ ദേശത്തുള്ളതായ ആബാലവൃദ്ധം, ബാലന്മാർ തുടങ്ങി വൃദ്ധന്മാർ വരെയുള്ളതായ പുരുഷന്മാര്, ആണുങ്ങള് പുരുഷന്മാരാണ്. അവർ വന്ന് വാതിൽ മുട്ടിട്ട് പറയാണ്, അകത്ത് വന്ന പുരുഷന്മാരെ ഭോഗിക്കേണ്ടതിന് അവരെ ഞങ്ങൾക്ക് തരിക. ദൈവമക്കളെ, ഇതിനു മുമ്പുള്ളതായ ആ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞിരുന്നു, ലോത്തിന്റെ കാലത്തെ പ്രത്യേകതയാണ് ഹൈപ്പർ സെക്ഷുവാലിറ്റി അഥവാ സെക്ഷുവൽ ഇമ്മൊറാലിറ്റി. ഹൈപ്പർ സെക്ഷുവാലിറ്റി ഒരു വ്യക്തിക്കുള്ളതാണെങ്കിൽ സെക്ഷുവൽ ഇമ്മൊറാലിറ്റി ഒരു സമൂഹത്തിന് ബാധിച്ചതാണ്. ലൈംഗിക അതിക്രമം, ആരാണ് ലൈംഗിക വൃത്തി ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലാത്തതായ ഒരു ജനം. ഇത് തിരുവചനം പറയുമ്പോൾ നിങ്ങളിത് ഹോമോഫോബിയ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നിയമം ഉണ്ടായിരിക്കും, ദൈവവചനം പക്ഷെ അതിനെതിരാണ്. ദൈവവചനം അതിന് എതിരാണ്. ദൈവം ആദമിനെയും ഹൗവയുമായിട്ടാണ് സൃഷ്ടിച്ചത്. രണ്ട് ആദമന്മാരെയല്ല, രണ്ട് ഹൗവമാരെയല്ല സൃഷ്ടിച്ചത്, ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവം ഒരു ആണും പെണ്ണുമായി സൃഷ്ടിച്ചെങ്കിൽ അതിന് ലക്ഷ്യങ്ങളുണ്ട്, അതിന് ഉദ്ദേശങ്ങളുണ്ട്. ഈ ഭൂമിയിൽ പെരുകേണ്ടതുണ്ട്, മനുഷ്യർ പെരുകേണ്ടതുണ്ട്. അതിന് ഇത് ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ പറയുമായിരിക്കും, ഇന്ത്യയിലെ ജനസംഖ്യ തന്നെ 150 കോടിക്ക് മേളിൽ പോയല്ലോ എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ നിങ്ങൾക്കറിയോ കണക്കുകൾ? നിങ്ങൾ വായിക്കാറുണ്ടോ? നിങ്ങൾ വായിച്ചു നോക്കൂ. ഒരു 150 വർഷം കൂടി കഴിയുമ്പോൾ ലോക ജനസംഖ്യ 10 കോടിയാവുന്ന പറഞ്ഞേ. ലോകത്തിലെ ജനസംഖ്യ 10 കോടിയായി ചുരുങ്ങും. എങ്ങോട്ട് പോകുന്നു? കാരണം മനുഷ്യർ വേറെ വഴികളിലേക്ക് ദൈവം വെച്ച പ്രകൃതിയാലുള്ളതായ ലൈംഗിക താല്പര്യങ്ങൾ വിട്ട് മനുഷ്യൻ ആണോടാണ് അവലക്ഷണമായി, സ്ത്രീയോട് സ്ത്രീ അവലക്ഷണമായി പെരുമാറി ആ രീതിയിലേക്ക് വിവാഹങ്ങൾ കടന്നു പോകുന്നു. അടുത്ത ഒരു തലമുറ ഉണ്ടാകുന്നില്ല. ഇന്ന് അനേക രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്ത് ജനസംഖ്യ കുറയുന്നതിനെ കുറിച്ച് ഓർത്ത് അവർ വേവലാതിയിലാണ്. അവർ അതിനുവേണ്ടി പല നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ദൈവമക്കളെ, നിങ്ങൾക്കറിയാം, വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചില വിദേശ രാജ്യങ്ങളിലുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രസവിച്ചാൽ ആ പെൺകുട്ടിക്ക് വേണ്ടതായ സകല ചെലവും, ജനിച്ചു വീണ ആ കുട്ടിക്ക് വേണ്ട സകല ചെലവും സർക്കാർ കൊടുക്കും. അവർക്ക് പ്രത്യേക ബോണസ്, അലവൻസ് കൊടുക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി വിവാഹമല്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളുണ്ടായാൽ അവർക്ക് കൊടുക്കുന്നതായ അലവൻസാണ് വായിക്കുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പകരം സ്വന്തം ബുദ്ധിയിൽ ആലോചിച്ച് സ്വന്തം ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിച്ച് അവർ ബുദ്ധിശൂന്യരായി തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 26-ാം വാക്യം. അതുകൊണ്ട് ദൈവം അവരെ അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. ഔവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ആണോട് ആൺ അവലക്ഷണമായത്, സ്ത്രീയോട് സ്ത്രീ അവലക്ഷണമായത്, സ്വാഭാവിക ഭോഗം വിട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവം വെച്ചതായ നിയമവ്യവസ്ഥ, സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം കഴിച്ച് അവർ ഒരു ദേഹമായി തീരും. അവർ ഒരു കുടുംബം കെട്ടിപ്പടുക്കും, അവർക്ക് മക്കളുണ്ടാകും. അങ്ങനെ ഒരു കുടുംബം, ആ കുടുംബത്തിന്റെ സങ്കല്പം ഇന്നത്തെ തലമുറ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിനവര് പല ന്യായങ്ങൾ പറയും, അതിനവര് പല ക്ലെയിംസ് അവർക്കുണ്ട്. അത് ഇന്ന ജീവികൾക്ക് അങ്ങനെയല്ലേ, അങ്ങനെ ഇത്രയേറെ ജീവികൾക്ക് അങ്ങനെയല്ലേ എന്നുള്ളതായ ന്യായം അവർ പറയും. പക്ഷെ നിങ്ങൾ ഓർക്കണം കേട്ടോ, ലോകത്തുള്ളതായ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ വിരലിൽ എണ്ണാവുന്ന തരം ചില ജീവജാലങ്ങൾക്ക് ചില വൈകൃതങ്ങൾ ഉണ്ടെങ്കിൽ, അവരുടെ ജനിതക വൈകൃതം കൊണ്ടുണ്ടായിട്ടുള്ളതായ ചില കുഴപ്പങ്ങളുണ്ടെങ്കിൽ
അത് മനുഷ്യനെ അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനെ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവരെക്കുറിച്ച് ദൈവം പറഞ്ഞത് അവർ ഒരു ദേഹമായി തീരുമെന്നാണ്. അവർ പിരിഞ്ഞിരിക്കരുതെന്നാണ്. ഏത്? ഭാര്യയും ഭർത്താവും പിരിഞ്ഞിരിക്കരുത്. പ്രാർത്ഥനയ്ക്ക് അവർ തമ്മിൽ ആലോചിച്ച് ഒരു സമയത്തേക്കല്ലാതെ ഭാര്യയും ഭർത്താവും വേർതിരിഞ്ഞിരിക്കരുതെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇന്നത്തെ തലമുറയോ ഇത് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം, വിശുദ്ധ ബൈബിൾ അത് ഫോബിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഞാനിത് ഇത്രയും പറഞ്ഞപ്പോൾ എത്ര പേർക്ക് ഇത് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നുണ്ട് ദൈവമക്കളെ, ഇന്നത്തെ ജനം, ഇന്നത്തെ ലോകം, ഇന്നത്തെ യൗവനക്കാര് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിലേക്കാണ്. ഇതിനു വേണ്ടി വാദിക്കുന്ന വലിയൊരു കൂട്ടം ജനം നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു, ലോത്തിന്റെ കാലം പോലെയാകും. സെക്ഷുവൽ ഇമ്മൊറാലിറ്റി, ആണോടാണ് അവലക്ഷണമായി പ്രവർത്തിക്കും. സ്വാഭാവിക ഭോഗം വിട്ടിട്ട് മനുഷ്യൻ ആണും സ്ത്രീയും തമ്മിലുള്ളതായ ബന്ധത്തിലേക്ക് പോകും. ഇത് അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമായി ദൈവത്തിന്റെ വചനം പറയുന്നു. വീണ്ടും നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 29-ാമത്തെ വാക്യം. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ. ദൈവമക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ലോത്തിന്റെ കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ്, താൻ അതുവരെയും സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, പിടിച്ചു വെച്ചുകൊണ്ടിരുന്നതായ ആ സോദോം വിട്ടുപോകേണ്ടി വരും. ദൈവമക്കളെ, ഒരു മരണമുണ്ട്. ഈ ലോകത്തെ നമ്മൾ വിട്ടുപോകേണ്ടി വരും. നമ്മൾ സ്നേഹിച്ചതൊക്കെയും നമ്മൾ വിട്ടുപോകേണ്ടി വരും. നമ്മൾ സ്വന്തമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെയും വിട്ടുപിരിയേണ്ടി വരും. നമ്മൾ സമ്പാദിച്ചതൊക്കെയും വിട്ടുപിരിയേണ്ടി വരും. ഈ ലോകത്തിൽ നിന്ന് നാം വിട്ടുപിരിയേണ്ടി വരും. ലോത്ത് സോദോമിൽ വിടേണ്ടി വന്നു. ദൈവദൂതന്മാർ ലോത്തിനെ സോദോമിൽ നിന്ന് വിടുവിച്ചു. ഞാൻ ഇങ്ങനെ പറയും, അൺസർട്ടനിറ്റി എന്ന് പറയും. അൺസർട്ടനിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിശ്ചിതത്വം. നാളെ എൻ്റെ അവസ്ഥ എന്ത്? ദൈവമക്കളെ, ലോത്ത് വിചാരിച്ചു ഇതെല്ലാം സ്വത്ത് എൻ്റെ അല്ലേ, ഇതെല്ലാം എൻ്റെ അല്ലേ എന്ന് വിചാരിച്ചു അടക്കി വെച്ചുകൊണ്ടിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, എല്ലാം വിട്ടിട്ട് പോയിക്കൊള്ളുക, എല്ലാം വിട്ടിട്ട് ഓടിക്കൊള്ളുക. ദേശം നശിക്കാൻ പോകുന്നു, സോദോം നശിക്കാൻ പോവുകയാണ്. ആകാശത്ത് നിന്ന് തീ ഇറങ്ങാൻ പോവുകയാണ്, ഗന്ധകം ഇറങ്ങാൻ പോവുകയാണ്, ഇത് കത്തിപ്പോകാൻ പോവുകയാണ്. നീ പൊക്കോളുക, നീ രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ദൈവനാമം മഹത്വപ്പെടട്ടെ. അവിടെയുള്ളതായ ജനമൊന്നും പോയില്ല, ഒരു മനുഷ്യനും പോയില്ല. കാരണം അവർക്കറിയില്ല ഇത് നശിക്കാൻ പോവുകയാണെന്ന്. ദൈവമക്കളെ, നാം ഈ തലമുറയിൽ ജീവിക്കുമ്പോൾ ഓർക്കുക, ഇത് വിട്ടുപോകേണ്ടി വരും. ഇത് വിട്ടുപോകേണ്ട ഒരു സ്ഥലമാണ്. അനിശ്ചിതത്വം, ഞാൻ പറഞ്ഞ ആ വാക്കിനെ കുറിച്ച് ഒരു വാക്ക് പറയാനാണ് ആഗ്രഹിച്ചത്. നമുക്കറിയാം നാളെ എന്ത് എന്ന് ഇന്ന് ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും ജീവിക്കുമ്പോൾ നാളെയെക്കുറിച്ചുള്ളതായ ആകുലമുണ്ട്, അനേകരുടെ ജീവിതത്തിലുണ്ട്. ചില യൗവനക്കാരുടെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എല്ലാം മനസ്സിലുണ്ട്, നാളെ എന്ത്, എൻ്റെ ഭാവി, നാളെ എനിക്ക് ജോലി കിട്ടുമോ? ദൈവമക്കളെ, പഠിക്കുന്ന കുട്ടികളിൽ അനേകരുടെ ചിന്താഗതി അതാണ്. വലിയ വലിയ ടെസ്റ്റുകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന യൗവനക്കാരായ കുട്ടികളായിട്ടുള്ള ആളുകൾക്ക്, ഒരു 10ാം ക്ലാസ്, +1, +2 പഠിക്കുന്ന ഇന്നത്തെ നമ്മുടെ നാട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കുട്ടികളൊക്കെ വളരെ ടെൻഷനിലാണ്. കാരണം അവർ ടെസ്റ്റ് പാസ്സാകുമോ, അവർക്ക് കിട്ടുമോ, അവർ ആഗ്രഹിക്കുന്ന കോഴ്സ് കിട്ടുമോ? ദൈവമക്കളെ, അതുമൂലം, ഈ സ്ട്രെസ് മൂലം അവർ മാനസികമായി തളർന്നു പോകുന്നു. അവരുടെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ അവർ തളർന്നു പോകുന്നു. അവർക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നു, മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതായ ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നു. ഇങ്ങനെ അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നതായ ഒരു ലോകം, നാളെയെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് ഭാരപ്പെട്ട് കഴിയുന്ന ഒരു ജനം. വേറെ ചിലർക്കുണ്ട്, എനിക്കെന്തെങ്കിലും രോഗമുണ്ടോ, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും രോഗമുണ്ടോ, ക്യാൻസർ ഉണ്ടോ, ഞാൻ പെട്ടെന്ന് രോഗമായി മാറുമോ? ചിലരുണ്ട്, ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രത്യേകത കാണുമ്പോഴേക്കും, ഒരു തലവേദന വരുമ്പോഴേക്കും, അയ്യോ അത് തലയിൽ ക്യാൻസർ ആണോ എന്ന് ചിന്തിച്ച് വേദനപ്പെടുന്ന ജനമുണ്ട്. ദൈവമക്കളെ, ഇങ്ങനെ ഭയം നിറഞ്ഞിരിക്കുന്ന ഒരു ജനം, അതാണ് ഇന്നത്തെ തലമുറയുടെ പ്രത്യേകത. ഭയം പിടിച്ചിരിക്കുന്നതായ, ഹൃദയത്തിൽ ഭയം പിടിച്ചിരിക്കുന്ന ഒരു തലമുറ. ഈ സോദോമിൽ നിന്ന് പൊടിക്കുമ്പോൾ ലോത്തിനോട് പറഞ്ഞു, നീ നിന്റെ മക്കളുടെ ഭർത്താക്കന്മാരെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന അവരോട് ചെന്ന് പറയാൻ. അപ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, കളി പറയുന്നു എന്ന് തോന്നിയെന്ന്. ദൈവമക്കളെ, ഈ തലമുറയുടെ ഒരു പ്രത്യേകതയാണ്. ദൈവവചനത്തെക്കുറിച്ച് പറയുമ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കളി പറയുന്നു എന്ന് തോന്നുന്ന ഒരു കൂട്ടം തലമുറ, ഒരു കൂട്ടം ജനം. ദൈവമക്കളെ, ഇന്ന് അനേകർക്ക് ഇത് വേണ്ട. അല്പവിദ്യാഭ്യാസമുള്ളവർക്കൊന്നും ഇത് തീരെ വേണ്ട. എന്നാൽ നല്ല വിദ്യാഭ്യാസമുള്ളവർക്കും വിവരമുള്ളവർക്കൊക്കെ ഇത് വിലപ്പെട്ടതാണ് കേട്ടോ. അനേകർക്ക് ഇങ്ങനെ ഒരു തലമുറ കളി പറയും. ഇതെല്ലാം ഒരു കളിയായിട്ട്, ആത്മീയം ഒരു കളിയായിട്ട് എടുക്കുന്നതായ ഒരു തലമുറ, അങ്ങനെ ഒരു തലമുറയുണ്ട്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുവെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. എന്താണ് ദൈവമക്കളെ അതിനെക്കുറിച്ച് പറയുന്നത്? തിരുവചനത്തിൽ പല ഭാഗങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ലോത്തിന്റെ ഭാര്യ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. ആ സോദോമിൽ നിന്നും ഗൊമോറയിൽ നിന്നും അവരെ രക്ഷിച്ച് ഓടുന്നതായ സമയത്ത് ദൂതന്മാർ പറഞ്ഞു, പിറകിലേക്ക് നോക്കരുത്. ദൈവമക്കളെ, പിറകിലേക്ക് നോക്കിയാൽ എന്ത് സംഭവിക്കും? ഉപ്പുതൂണായി തീരും. ലോത്തിന്റെ ഭാര്യ പിറകിലേക്ക് നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ദൈവമക്കളെ, ഇത് ഈ തലമുറയുടെ ഒരു പ്രത്യേകതയാണ്. എന്താണ് ആ തലമുറയുടെ പ്രത്യേകത? ഓട്ടം തുടങ്ങിയവരായിരുന്നു.
വചനം കേട്ടവരായിരുന്നു, വിശ്വാസത്തിൽ നിന്നവരായിരുന്നു. ഒരു സമയത്ത് വരെ നല്ല തീവ്രമായ നല്ല തീഷ്ണതയോടുകൂടി ദൈവവേല ചെയ്ത് മുമ്പോട്ട് പോയവരായിരുന്നു. പക്ഷേ അവർ പിന്മാറിപ്പോയി. ദൈവമക്കളെ, ഇന്ന് പിന്മാറ്റക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവർ പുറകിലേക്ക് നോക്കുകയാണ്. അവർ വിട്ടുപോകുന്നതായ പാപത്തെ വീണ്ടും സ്നേഹിച്ച് പിന്നാലെ പോകുന്നു. അവർ വിട്ടുപോകുന്നതിനെ അവർ വീണ്ടും സ്നേഹിച്ച് പുറകോട്ട് പോകുന്നു. വിളിച്ചവന്റെ മുമ്പിലേക്ക് നോക്കി, വിളിച്ചവനെ നോക്കി മുമ്പിലേക്കല്ല, വിട്ടു പോകുന്നതിനെയാണ് ഇപ്പോൾ അവർ നോക്കുന്നത്. ദൈവമക്കളെ, ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആത്മീയ മണ്ഡലത്തിൽ നിൽക്കുന്ന ദൈവമക്കൾ പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പിന്മാറ്റങ്ങൾ നടക്കുന്നതെന്ന്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആളുകളുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ, രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ ധാരാളം പേര് പിന്മാറ്റത്തിലേക്ക് പോകുന്നു, പിറകിലേക്ക് പോകുന്നു, പഴയ ജീവിതത്തിലേക്ക് പോകുന്നു, വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. അതാണ് ലോത്തിന്റെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. ദൈവമക്കളെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അനേക കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിലേതെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? ഞാൻ ഇന്ന് പിന്മാറ്റത്തിലാണോ? എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ജീവിതത്തിൽ ആവശ്യത്തിലേറെയുള്ളതായ, ദൈവം തന്നിട്ടുള്ളതായ അതിനേക്കാൾ ഉപരിയായി ഭോഗം അല്ലെങ്കിൽ ആഹാരം, ഇതിനോടൊക്കെ ഉള്ളതായ പ്രേമം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവമക്കളെ, സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകല കാര്യത്തോട് യാത്ര പറയുക. ഇന്ന് ഈ തലമുറ അതെല്ലാം നമ്മളെ കാണിക്കുന്നു. നാം ഒന്ന് കണ്ണോടിച്ചാൽ ഇതെല്ലാമുള്ള ഒരു തലമുറയായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഈ തലമുറയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുന്ന, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന ഒരു തലമുറയായി നമുക്ക് നിൽക്കാം. അതിനായി നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന യേശുവേ, ലോത്തിന്റെ കാലത്തെക്കുറിച്ച് അവിടുത്തെ തിരുവചനത്തിൽ അടിയങ്ങൾ എഴുതിയിരിക്കുന്നത് വായിച്ചു. കർത്താവെ, അടിയങ്ങൾ ചിലതെല്ലാം ചിന്തിച്ചു. ഇന്നത്തെ തലമുറയിലേക്ക് നോക്കുമ്പോൾ, ഞങ്ങളിലേക്ക് നോക്കുമ്പോൾ, പല സ്വഭാവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുമുണ്ട്, ഈ തലമുറയിൽ ഞങ്ങൾ കാണുന്നുണ്ട്. കർത്താവെ, നിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നാഥ, ഞങ്ങളുടെ ജീവിതം ഇന്ന് ഈ സമയം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്റെ മക്കളായി, യേശുവിൻ്റെ മക്കളായി, യേശുവിൻ്റെ വേലക്കാരായി, കർത്താവെ, രക്ഷ നഷ്ടപ്പെടുത്താതെ എന്നും യേശുവിന് വേണ്ടി ജീവിക്കുന്നവരായി നിൽക്കുമെന്ന് അവിടുത്തെ സന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുന്നു. പാപത്തെ ഞങ്ങൾ വെറുക്കുന്നു, പിശാചിനെ ഞങ്ങൾ വെറുക്കുന്നു. യേശുവെ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അന്ത്യത്തോളം നിന്റെ മക്കളായി നിൽക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തരണമേ. കർത്താവെ, തീരുമാനമെടുത്ത ഓരോരുത്തരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. എല്ലാം അടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ.